അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക പുളിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി വെള്ളത്തിലും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുതിയ പുളിയാണ്, അത് കാരണമാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെണ്ടക്കായ മുറിക്കാം കേട്ടോ. ഏകദേശം അത് ഈ ഒരു വലുപ്പത്തിൽ വെണ്ടയ്ക്ക പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുറിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുക നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെണ്ടക്കായ അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുള്ള കാരണം കൊണ്ടാണ് കുറച്ച് വലുതാക്കി അരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്നത് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി ഇത് പുതിയ പുളിയായത് കാരണം കൊണ്ട് നല്ല പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ പുളി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പുളി അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ പുളിയൊക്കെ വെന്തിട്ട് ഒരു മണം വരില്ലേ, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഗതി എന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് എരിവിനനുസരിച്ചൊരു 3 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇടാൻ പറ്റുമോ എന്ന് ഞാൻ അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ ഉണ്ട് വെച്ചാൽ വെളുത്തുള്ളി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്തിടാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് കൊട്ടിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വറുത്തിടണ പരിപാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വെണ്ടയ്ക്കപ്പുളി നമ്മുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ റെസിപ്പി വെറുതെ ആയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അമ്മമ്മ പഴയ വീരകഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളതിനൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ.